ഞങ്ങൾ ജനറലായിട്ട് കുറേ എസിഡിറ്റി പേഷ്യൻസ് എപ്പോഴും നോക്കുന്നു. എന്ത് ഗുളിക കൊടുക്കുമ്പോൾ എസിഡിറ്റി ആവും, പിന്നെ ജനറലായിട്ട് വരുമ്പോഴേ കുറേ ഗ്യാസ്ട്രിക് ആകുന്ന ഇടയിലെ തൊണ്ടയിലെ കത്തുന്ന പോലെ ആവും, എന്ത് ഭക്ഷണം കഴിച്ചെങ്കിൽ അങ്ങനെയാവും, ചായ കുടിച്ചെങ്കിൽ അങ്ങനെയാവും, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. സോ ഈ എസിഡിറ്റി എന്ന് പറയുന്നതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ആക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞെങ്കിൽ കുറേ ഹെർബ്സ് ഉണ്ട്, ഹെർബ്സ് മെഡിസിൻസ് അതിനെ എസിഡിറ്റിക്ക് ഡീലാക്കാൻ വേണ്ടിയിട്ട്. അത് എന്താന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഉണക്കുമുന്തിരിങ്ക റേസിൻസ് എന്ന് പറയുന്നത്. റേസിൻസ് നല്ലോണം യൂസ് ആവും. ഒരു 10-20 റേസിൻസ് വെള്ളത്തിലാക്കിയിട്ട് വെച്ചെങ്കിൽ രാവിലെ അതിന് കയ്യിലിട്ട് തിന്നാം. പിന്നെ രണ്ടാമത്തത് ഉലുവ 2 സ്പൂൺ രാത്രി വെച്ചെങ്കിൽ രാവിലെ അതിന് വെള്ളം ഒന്നിച്ച് കുടിക്കാം. പിന്നെ മസ്ക് മെലൻ പറഞ്ഞെങ്കിൽ ഷമാം അതിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക. ഏത് ജ്യൂസ് അടിക്കുമ്പോഴും വെള്ളത്തിൻ്റെ ഉപയോഗം ആക്കണോ പഞ്ചസാരത്തിൻ്റെ ഉപയോഗം ആക്കാൻ പാടില്ല. പിന്നെ കുമ്പളക്കായിൻ്റെ സിമ്പിളായിട്ട് ഉപ്പിട്ടിട്ട് ജ്യൂസ് ആക്കുക. അത് വയറിന് നല്ലോണം തണുക്കുന്ന അസിഡിറ്റി കുറേ കൺട്രോളിന് വരും. പിന്നെ ആഹാരം ടൈമിന് കഴിക്കുക. അപ്പോൾ ഒരു 2 hours കുറച്ച് ആഹാരം കഴിച്ചെങ്കിൽ നല്ലത്. മാക്സിമം എണ്ണ പക്ഷേ കുറച്ച് അവോയ്ഡ് ആക്കുക അസിഡിറ്റി ഉണ്ടായ ദിവസങ്ങൾ. പിന്നെ നല്ലോണം മസാല ഇട്ടിട്ട് കഴിക്കുന്നത് കുറക്കണം. കഴിയുന്നത്ര ആഹാരം കുറച്ച് 7:30-8 മണി രാത്രി കഴിച്ചെങ്കിൽ നല്ലോണം ലേറ്റ് കഴിക്കാൻ പാടില്ല, അസിഡിറ്റി കൂടും. നല്ലോണം വെള്ളം കുടിക്കണോ, വേഗം വറങ്ങണോ, ഒരു 10-10:30 വറങ്ങിയെങ്കിൽ അസിഡിറ്റി എപ്പോഴും കുറച്ച് കൺട്രോളിലുണ്ടാവും. പിന്നെ സ്ട്രെസ് എന്ന് പറയുന്നത്, ഈ ആങ്സൈറ്റി സ്ട്രെസ് എന്ന് പറയുന്നത് അതുവരെ ഈ അസിഡിറ്റിക്ക് കാരണമാവും. അത് കുറച്ച് കൺട്രോൾ ഇന്നൊരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് എക്സസൈസ് ആക്കുന്നത്, സിമ്പിളായിട്ട് വാക്കിംഗ് ആക്കുന്നത്. വാക്കിംഗ് ആക്കുമ്പോൾ അസിഡിറ്റി കുറേ കൺട്രോളിൽ വരും. കുറച്ച് റിലാക്സേഷൻ മെഡിറ്റേഷന് ഇങ്ങനത്തെ ആക്കുമ്പോൾ അസിഡിറ്റി കൺട്രോളിൽ വരും. പിന്നെ നിങ്ങൾ ആഹാരം കഴിച്ചതിൽ കുറച്ച് വേറെ ടൈപ്പ് ആഹാരം, സലാഡ്സ് പിന്നെ വറവ് അങ്ങനത്തെ ആക്കണം. വെറും സാമ്പാർ നല്ലോണം മുളക് ഇടുന്ന സാമ്പാർ അധികം കഴിക്കാൻ പാടില്ല. പിന്നെ മോര് തൈര് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അധിക പുളി ഇല്ലാത്ത മോര് ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ വെള്ളം ആക്കിയിട്ട് പാല് കുടിക്കാൻ പറ്റൂ. കൽക്കണ്ട എന്ന് പറയുന്നത് റോക്ക് ഷുഗർ, അത് എപ്പോഴും അസിഡിറ്റിക്ക് ഏറ്റവും നല്ല മരുന്നാണ്. കുറേ അസിഡിറ്റിയുടെ തൊണ്ട കത്തുന്നത് അങ്ങനെ ആവുമ്പോഴത്തേക്ക് വണക്കുമുന്തിരിങ്കായ ഇല്ലെങ്കിൽ ഈ കൽക്കണ്ട വായിലിട്ടിട്ട് കുറച്ച് ചവച്ചിട്ട് തിന്നാം. ഈ മരുന്നുകളെല്ലാം യൂസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ അസിഡിറ്റിക്ക് ഉപകാരമാവും. പിന്നെ ഏത് ആഹാരം വേണമെങ്കിലും കഴിക്കുക, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ കഴിക്കുക. ഇല്ലെങ്കിൽ എപ്പോഴും അസിഡിറ്റി ആകുമ്പോൾ എന്ത് ആഹാരം കഴിക്കുമ്പോൾ ഓക്കാന വരുന്ന പോലെ, രാവിലെ എണിച്ചപ്പാട് ഉപ്പിൻ്റെ വെള്ളം വരുന്ന പോലെ ആകുന്നത്, ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. ഇതിനെല്ലാം അഡോപ്റ്റ് ആക്കിക്കൊണ്ട് പോകുമ്പോൾ അസിഡിറ്റി തീരെ പോവും. നല്ലോണം വെള്ളം കുടിച്ചുകൊണ്ട് പോയെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാവരും അസിഡിറ്റിക്ക് ഉണ്ടായ ഈ വീടിൻ്റെ ആക്കാൻ പറ്റുന്ന മരുന്നുകൾ അഡോപ്റ്റ് ആക്കുക. അസിഡിറ്റി ഫ്രീ ലൈഫായിട്ട് ജീവിക്കാം. താങ്ക്സ്.